ഈ ഒരു ചോക്ലേറ്റ് ബോക്സ് ഇതെൻ്റെ കയ്യിൽ കിട്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഒരു 5-6 മാസമൊക്കെ കഴിഞ്ഞു. ബോക്സിൻ്റെ മേലേലുള്ള ആ ഒരു ലോഗോ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. മലബാർ ഗോൾഡിൻ്റെ ഇനാഗ്രേഷന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് ചോക്ലേറ്റ് ബോക്സുമായിട്ട് വന്നതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടത് അത്യാവശ്യം നല്ല വൈറലായിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ കേട്ടോ. അത് മലബാർ ഗോൾഡുകാർ തന്നെ ഷെയർ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വെച്ച് ഞാൻ ഒരു ക്രാഫ്റ്റ് ഉടനെ തന്നെ ചെയ്യുമെന്ന്. ആ ഉടനെ തന്നെ എന്തായാലും ഒരു 5-6 മാസം എടുത്തു. ഒരു പെർഫ്യൂം ബോട്ടിൽ തീർന്നപ്പോൾ അതിൻ്റെ വുഡൻ ക്യാപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് മുത്തും കല്ലും ഒക്കെ വെച്ച് ഇതിൻ്റെ മേലയിൽ ഒട്ടിച്ചു കൊടുക്കാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ മുത്തും കല്ലും വെച്ചപ്പോൾ സത്യം പറയാലോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അതങ്ങ് വെക്കാമെന്ന് ഓർത്തു. അങ്ങനെ അത് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ അതേപോലെ നമ്മുടെ ബിൽഡിങ്ങിനടുത്ത് ഒരു അപ്ഹോൾസ്റ്ററി ചെയ്യുന്ന ഒരു ഷോപ്പ് പൂട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇതേമാതിരിത്തെ സാമ്പിൾ തുണികൾ കുറേ വേസ്റ്റിൽ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഞാൻ കുറച്ച് നല്ലത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു തുണികളും സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലത്തിന് മേലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? ശരിക്കും പറഞ്ഞാൽ ആ പെർഫ്യൂം ബോട്ടിലിൻ്റെ ക്യാപ്പ് ഞാൻ വലിച്ചു തുറക്കാൻ നോക്കിയപ്പം വിട്ടുപോന്നു. പിന്നെ അതിൻ്റെ ആ ഒരു ഗോൾഡൻ ബേസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ മേലയിൽ ഞാനൊരു മിററിൻ്റെ വലിയൊരു പീസ് കൂടെ ഒട്ടിച്ചു കൊടുത്ത് ഹനാൻ്റെ മോതിരങ്ങളെല്ലാം ഞാൻ ഓർഗനൈസ് ചെയ്യാനുള്ളൊരു സെറ്റപ്പാക്കി. ഇതിപ്പോൾ മോതിരങ്ങൾ മാത്രമല്ല, ഇയറിങ്ങോ ചെറിയ ബ്രേസ്ലെറ്റ് മാലകളൊക്കെ വെക്കാം. എങ്ങനെയുണ്ട്? അപ്പോൾ നാളെ കാണാം. ബൈ.